മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ നെല്ലിട വ്യത്യാസമില്ലാതെയായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അവിശ്വസനീയമായി തോന്നുകയും ഒപ്പം തന്നെ അവ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ അത്രയധികം മാറ്റിമറിക്കുകയും ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഇത് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല വിധത്തിലാണ് നിലനിൽക്കുന്നത്. അതായത് ചിലർക്ക് ചില കാര്യങ്ങൾ ഗുണകരമായ തരത്തിലും മറ്റു ചില കാര്യങ്ങൾ ദോഷകരമായ രീതിയിലും ഇപ്പോൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുവാനിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ധാരണ ലഭിക്കുന്നില്ല. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കടുകിട വ്യത്യാസമില്ലാതെ ഇപ്പോൾ പറയുവാൻ കഴിയും. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഡിസംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും അതിപ്രാധാന്യമറിയിക്കുന്ന ചില അനുഭവങ്ങൾ ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിനാലാണ്. ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ മഹാലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത് ഈ 9 നക്ഷത്രക്കാരിലേക്ക് നൽകുവാൻ പോകുന്ന ചില അനുഭവങ്ങൾ ബഹുക്ഷേമമായിരിക്കും. അപ്പോൾ ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരിൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും എത്രയൊക്കെ നല്ല സമയം വന്നാലും അതിൻ്റെതായ ഒരു ഗുണഫലങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം ഇതുവരെ ഉണ്ടാകാത്തവരാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ദുഃഖങ്ങളും മാത്രം. അങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായി തകർന്നിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ ഭാഗ്യക്കേടുകളിൽ നിന്നും നിങ്ങളുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലുള്ള ചില അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ മഹാലക്ഷ്മി രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യമായി വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായി തന്നെ ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത്, അതായത് ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വളരെ വ്യക്തമായി കാണുന്നത് വാഹനയോഗമാണ്. അതായത് സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹവുമായി നടന്നിരുന്ന ഏതൊക്കെയോ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം വാഹനം സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം കൈവരും. അതിനി വാഹനം ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ആ ഒരു ദിവസം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തിന് കാരണമാകുന്ന ഒന്ന് തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം
നിങ്ങളിൽ വളരെയധികം ഉണ്ടാകുന്നതിനാൽ തന്നെ സാമ്പത്തികമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് പല വഴികളിൽ നിന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങം രാശിക്കാർക്ക് ഇതുവരെ നിങ്ങൾ നേരിട്ട് വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യസമയമായിട്ടാണ് ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയം കണക്കാക്കേണ്ടത്. അതായത് പല ചിങ്ങം രാശിക്കാർക്കും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനനേട്ടങ്ങൾ ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വരെ കടബാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചും ജീവിതത്തിൽ പരിഹാരം കാണുവാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ചും സമാധാനക്കേടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരുവാൻ പോകുന്ന മഹാഭാഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ പോസിറ്റീവായി വെക്കുക തന്നെ വേണം. കാരണം ഈ ഭാഗ്യം നിങ്ങളോടൊപ്പമുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സ് എത്രയധികം പോസിറ്റീവാണോ അതിനനുസരിച്ച് പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് കൂടുതലായി ജീവിതത്തിൽ ഭാഗ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഏതൊക്കെയോ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില വ്യക്തികളിൽ നിന്ന് ശത്രുതയോടെയുള്ള പെരുമാറ്റം നേരിടുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരു വിജയം കാണുവാൻ സമ്മതിക്കാതെ ചില ആളുകൾ ശത്രുതാ മനോഭാവത്തോടെ നിങ്ങളോട് പെരുമാറുന്നു. എന്നാൽ ചിങ്ങം രാശിക്കാർക്ക് കർമ്മമേഖലയിൽ ഏറ്റവും അധികം ശോഭിക്കുവാനും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നോക്കിയവരുടെ മുൻപിൽ തന്നെ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമാണ് ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച വന്നു ചേരുവാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഗുണകരമായ കാര്യങ്ങളിലൂടെയും ഒരു ധനവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകലുകയും പകരം പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും സന്തോഷ വാർത്തകളും ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയം തന്നെയാണ് ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ആശങ്കയുടെയും ആവശ്യം ഈ സമയത്ത് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കൈക്കുമ്പിളിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു വിധത്തിലുള്ള പുരോഗതിയും കാണുവാൻ കഴിയാതെ എല്ലാ വിധത്തിലും പ്രതിസന്ധികൾ മാത്രമായി ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. ഇതിൽ ചിലർക്ക് കരഞ്ഞ് കണ്ണ് കലങ്ങാത്ത ഒരു ദിവസമില്ല എന്നതാണ് അവസ്ഥ. അതായത് ഒരു വിധത്തിലും നിങ്ങളെ ജീവിക്കുവാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് നിങ്ങളുടെ ജീവിതമാകെ ഇരുട്ടിലാണ് എന്നതാണ് അവസ്ഥ. അങ്ങനെ ഒരു വിധത്തിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമില്ലാതെ കഷ്ടകാലവും ദുരിതവും സഹിച്ചുമെടുത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ മഹാലക്ഷ്മി രാജയോഗം സൗഭാഗ്യമായാണ് വരുന്നത്. അതായത് ഇതുവരെ നിങ്ങളുടെ ജീവിതം എത്രയധികം പ്രതിസന്ധിയും കഷ്ടകാലങ്ങളും നിറഞ്ഞതായിരുന്നുവെങ്കിലും ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതോടെ ഗുണകരമായ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതായത് ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെയാണ് നല്ല രീതിയിൽ നടന്നു കിട്ടിയത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഈ ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ചയോടെ ചില മീനം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച്
കുടുംബത്തിൽ ഒരു സമാധാനവുമില്ലാതെ വളരെയധികം കുടുംബ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് നീറി കഴിയുന്ന ഒരു മീനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉടനടി കാണുവാൻ കഴിയും. മാത്രമല്ല, മീനം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ ഒരു സമയം ഏറ്റവും ശുഭസമയമാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അധികരിക്കുകയും ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയം ഫലപ്രകാരം കാണുന്നത്. ഒപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗവും ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ കൈവരും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതോടെ മീനം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെയായിരിക്കും. അതായത് വളരെ വേഗത്തിൽ പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഉടനടി പരിഹാരം കാണുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തികമായ സഹായങ്ങളുമായി വരികയും അതുപോലെ തന്നെ ചില മീനം രാശിക്കാർക്ക് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ അപ്രതീക്ഷിത ധനനേട്ടം കൈവരികയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരെ ഈ ഒരു ദിവസം ഉണ്ടാകും. കാരണം ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് സർവ്വധന നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു യോഗം തന്നെയാണ്. മാത്രമല്ല, ഇതിൽ ഏതൊക്കെയോ വ്യക്തികൾ സ്വന്തമായി ബിസിനസ്സൊക്കെ തുടങ്ങിയെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ലാഭവും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു അനുഭവിച്ചിരുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിസിനസ് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒന്ന് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വരുമാനം ലഭിക്കാത്തത് ചില മീനം രാശിക്കാരെ കടക്കെണിയിൽ വരെ ആക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ മീനം രാശിക്കാർ മുതൽ മുടക്കിയിട്ട് അതിൻ്റെതായ ഫലങ്ങൾ ലഭിക്കാതിരുന്ന എന്തൊരു സംരംഭമായിരുന്നാലും ഈ മഹാലക്ഷ്മി രാജയോഗം വന്നു ചേരുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ഒപ്പം തന്നെ ചില പുതിയ മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. ഇതിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നതുപോലെ തന്നെ മറ്റുള്ള മീനം രാശിക്കാർക്കും നിങ്ങളുടെ വരുമാന മേഖല ഏതു തന്നെ ആയിരുന്നാലും അത് ഏറ്റവും ലാഭകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സമയം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയില്ലാത്തതിനാൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ ഭാഗ്യമാണ് ഉദിക്കുന്നത്. കാരണം ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ജോലി സംബന്ധമായ ചില ശുഭവാർത്തകൾ മീനം രാശിക്കാരെ തേടിയെത്തുന്ന ഒരു ദിവസമായിരിക്കും ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ മുൻപ് തന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നാലും അതല്ല ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്നവരായിരുന്നാലും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തുണ ഒരുപോലെയാണ്. ഒപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന കാര്യതടസ്സങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഇല്ലാതാവുകയും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില തൊഴിലവസരങ്ങൾ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങൾ മീനം രാശിക്കാരിൽ വർദ്ധിക്കുമെന്നത് മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ആത്മീയപരമായ കാര്യത്തിലുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ മികച്ചതായിരിക്കും. ഒപ്പം തന്നെ ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളിലും ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ രാജയോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് മീനം രാശിക്കാരുടെ കുടുംബത്തിലേക്ക് തന്നെ ഏറ്റവും സന്തോഷകരമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അച്ചിട്ടാണ്. ഇനി മൂന്നാമതായി ഈ ഡിസംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച
മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദൗർഭാഗ്യങ്ങളെയും നീക്കം ചെയ്യുന്ന തരത്തിലുള്ള മഹാഭാഗ്യ സമയമായിട്ടാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്ന സമയം കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എന്തൊക്കെയോ കാര്യതടസ്സങ്ങൾ കൊണ്ട് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് കുറച്ച് നാളുകളായി കഷ്ടപ്പാടുകളിലൂടെയും കഷ്ടകാലങ്ങളിലൂടെയും മാത്രമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നതും ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നതുമായ ചില കാര്യങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന രീതിയിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യം എടുത്തു പറയേണ്ടത് വിവാഹ കാര്യത്തിൽ വരുവാൻ പോകുന്ന ചില ശുഭകരമായ മാറ്റങ്ങളെ പറ്റിയാണ്. അതായത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ കാര്യങ്ങളിൽ തടസ്സം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു സമയത്ത് മംഗല്യഭാഗ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചും സ്വന്തം വിവാഹ കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെപ്പറ്റി ചിന്തിച്ചും മനസ്സ് വിഷമിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സന്തോഷിക്കുവാൻ കഴിയുന്ന സമയം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഈ ഡിസംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനെ പറ്റി തീരുമാനങ്ങൾ എടുക്കുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. മാത്രമല്ല ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തു കാര്യമായിരുന്നാലും ആ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയം സ്വന്തമാക്കുവാൻ കഴിയുകയും സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വസ്തു സംബന്ധമായ എന്തൊക്കെയോ നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിസന്ധിക്കും ഈ മഹാലക്ഷ്മി രാജയോഗം കൊണ്ട് പരിഹാരമുണ്ടാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സമാധാനം കെടുത്തിയിരുന്ന പ്രതിസന്ധി എന്തു തന്നെ ആയിരുന്നാലും അത് നിങ്ങളെ വിട്ടകലുകയും ലക്ഷ്മി കടാക്ഷവും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ വ്യക്തിജീവിതത്തിനും വളരെയധികം അനുഗ്രഹമായി വരികയും ചെയ്യുന്ന സമയമാണ് ഇത് എന്നതാണ് ഇതിലൂടെ തെളിഞ്ഞു കാണുന്നത്. ഒപ്പം തന്നെ ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ ഈ ഡിസംബർ 8-ാം തീയതി വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കേണ്ടതായിട്ടും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും. അതായത് ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിലൂടെ നിങ്ങളുടെ ചില ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും സർവ ഐശ്വര്യങ്ങളും ലക്ഷ്മി കടാക്ഷങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഡിസംബർ മാസം 8-ാം തീയതി സിദ്ധിക്കുവാൻ പോകുന്ന മഹാലക്ഷ്മി രാജയോഗത്താൽ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്നത് അച്ചിട്ടാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.